Namaskaram, Ernakulam. Ende Uppam. Elva Varum Paryo. Jai Keralam. Jai Viksita Keralam. Jai Viksita Keralam. Ende Suhrutagade. केरला को केरलम के रूप में जाना जाए, ये आपके दिल की आवाज थी। मुझे बहुत गर्व है, अब पूरा देश और दुनिया इस महान राज्य को केरलम कहकर पुकार रहा है और मुझे इस बात का भी गर्व है कि ऐतिहासिक काम भी बीजेपी एनडीए सरकार ने किया है। ये आपकी भावनाओं का सम्मान है। ये मलयालम की अद्भुत विरासत का सम्मान है। സുഹൃത്തുക്കളെ, കേരള ഇനി മുതൽ കേരളമായാണ് അറിയപ്പെടേണ്ടത്, മുന്നേറേണ്ടത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദമാണ്. ഈ മഹത്തായ സംസ്ഥാനത്തെ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഇനി കേരളം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ഐതിഹാസികമായ തീരുമാനം കൈക്കൊണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരാണ് എന്നുള്ളതിലും എനിക്ക് അഭിമാനമുണ്ട്. ഇത് നിങ്ങളുടെ വികാരങ്ങൾക്കുള്ള അംഗീകാരമാണ്. മലയാളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിനുള്ള അംഗീകാരമാണ്. एनडीए सौहृदगढ़े 21वीं सदी का ये समय केरलम के लिए बहुत अहम समय है। एक ऐसा समय है जब केरलम को नया भविष्य चाहिए, नई शुरुआत चाहिए। मुझे खुशी है कि केरलम की जनता ने अब एलडीएफ और यूडीएफ के कुचक्र से बाहर निकलने का मन बना लिया है। यहां इस विशाल जनसभा में भी यही आत्मविश्वास साफ साफ दिख रहा है। त्रिशूर की जनता ने, तिरुवनंतपुरम की जनता ने, केरलम के अनेक पंचायतों ने, वहां की जनता ने बीजेपी एनडीए पर जो विश्वास दिखाया है, वही अब संपूर्ण केरलम करने जा रहा है। പ്രിയപ്പെട്ടവരെ, 21ാം നൂറ്റാണ്ടിന്റെ ഈ സമയമെന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കേരളത്തിന് പുതിയ ഒരു ഭാവി ഉണ്ടാകേണ്ട സമയമാണ് ഇത്. കേരളത്തിന് ഒരു പുതിയ തുടക്കം ആവശ്യമായ സമയമാണ് ഇത്. കേരളത്തിലെ ജനത ഇടത് വലത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു വരാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്ന സമയമാണ് ഇത് എന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ വഞ്ചനാവലിയുടെ മുഖത്തും ആ ആത്മവിശ്വാസം വ്യക്തമായി കാണാനാകുന്നുണ്ട്. തൃശൂരിലെ ജനത, തിരുവനന്തപുരത്തെ ജനങ്ങൾ, കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങൾ, ഇവരൊക്കെ ബിജെപിയിലും എൻഡിഎയിലും അർപ്പിച്ച വിശ്വാസം മുഴുവൻ കേരളവും അതേപോലെ തന്നെ എൻഡിഎയിൽ വിശ്വാസം അർപ്പിക്കാൻ പോവുകയാണ്. एनडीए सौहृदगढ़े केरलम के पास नेचर है, कल्चर है, टैलेंट है, टेक्नोलॉजी है और विशाल सागर का आशीर्वाद भी है। इतना सारा सामर्थ्य होने के बावजूद केरलम का विकास उस गति से नहीं हुआ जैसा होना चाहिए था।
कभी एलडीएफ सरकार, कभी यूडीएफ सरकार के पैटर्न ने केरलम का बहुत नुकसान किया है। इन दोनों ग्रुपों को लगता है कि 5-10 साल बाद उनकी ही बारी आएगी, इसलिए वो केरलम के विकास के लिए मेहनत नहीं करते। यही पैटर्न केरलम में करप्शन का कारण है, इसलिए यहां डेवलपमेंट के प्रोजेक्ट रोके जाते हैं। പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിന് മനോഹരമായ ഒരു ഭൂപ്രദേശമുണ്ട്, കാലാവസ്ഥയുണ്ട്, മഹത്തായ സംസ്കാരമുണ്ട്, കഴിവുള്ള ജനതയുണ്ട്, സാങ്കേതിക വിദ്യയിൽ നമ്മൾ അഗ്രഗണ്യരാണ്. നമുക്ക് വിശാലമായ കടൽ തീരം കൊണ്ട് അനുഗ്രഹീതരായ ജനതയാണ് നമ്മൾ. പക്ഷേ ഇത്രയേറെ പ്രത്യേകതകളും കഴിവുകളും ഉണ്ടായിട്ടും കേരളം അർഹിക്കുന്ന തരത്തിലുള്ള വികസനം മാത്രം, കേരളത്തിന് ഉണ്ടാകേണ്ട വികസനം മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം കേരളം മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളുമാണ്. മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകളുടെ നയം മൂലം കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 5-10 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ അവസരം വരുമെന്നാണ് രണ്ട് മുന്നണികളും ഒരുപോലെ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ കേരളത്തിന്റെ വികസനത്തിനായി പ്രയത്നിക്കാൻ തയ്യാറാകാത്തത്. ഈ പാറ്റേൺ കേരളത്തിന്റെ അഴിമതിക്കു കാരണമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വികസന പദ്ധതികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. एनडीए छत्तीसगढ़ केरलम के तेज विकास के लिए इस पैटर्न को तोड़ना जरूरी है। इसलिए इस बार आप यहां बीजेपी एनडीए सरकार बनाइए। आपने कांग्रेस और लेप को 70 साल से अधिक दिए हैं। अब बीजेपी एनडीए को अगले 5 साल सेवा करने का मौका दीजिए। आपको विकसित केरलम की शानदार झलक दिखने मिलेगी। आपके पास मोदी की गारंटी है। जो अब तक नहीं बदला, अब बदलेगा। अब केरलम आगे बढ़ेगा। मारा तज मारो। കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.